കേരളത്തിൽ നിന്ന് ആദ്യമായാണ് BJP അക്കൗണ്ട് തുറക്കുന്നത് ലോക്സഭയിലേക്ക് സുരേഷ് ഗോപിയിലൂടെ തൃശ്ശൂരിൽ നിന്ന്. സ്വാഭാവികമായും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരിശോധന നടത്തും. LDF പരിശോധന നടത്തി റിപ്പോർട്ട് കൃത്യമായും പ്രസിദ്ധീകരിച്ചു. LDFന് വോട്ട് ചോർന്നിട്ടില്ല. LDFന്റെ വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ തവണ ലോക്സഭയിൽ ലഭിച്ചതിനേക്കാളും വോട്ട് ഇത്തവണ LDFന് ലഭിച്ചിട്ടുണ്ട്. 13,000-ലേറെ വോട്ട് അധികം ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഏകദേശ കണക്ക്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് 70,000-ലേറെ വോട്ട് കുറഞ്ഞു. അത്രയും ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു, കോൺഗ്രസിന്റെ വോട്ടാണ് ചോർന്നത് BJPക്ക് അനുകൂലമായി. കോൺഗ്രസിനകത്ത് അത് ചർച്ചയായി, പൊതു സമൂഹത്തിലും അത് ചർച്ചയായി. എന്തുകൊണ്ട് കോൺഗ്രസിന്റെ വോട്ട് ചോർന്നു? കോൺഗ്രസിൽ തന്നെ തമ്മിലടി നടന്നു. DCC ഓഫീസിൽ കയ്യാങ്കളി, ഇരുവിഭാഗവും തമ്മിൽ തമ്മിലടി നടന്നു. DCC പ്രസിഡന്റായിരുന്ന ജോസ് വള്ളൂരിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും വള്ളൂരിനെ മാറ്റരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമുള്ള ഇരുവിഭാഗവുമാണ് തമ്മിലടി നടന്നത്. സ്വാഭാവികമായും കോൺഗ്രസിന് നടപടിയെടുക്കാതിരിക്കാൻ കഴിയാതെ വന്നു. DCC പിരിച്ചുവിട്ടു. അവിടെ VK ശ്രീകണ്ഠൻ MPയെ താൽക്കാലിക DCC പ്രസിഡന്റായി നിയമിച്ചു. പിന്നീടാണ് അന്വേഷണ സമിതി വന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് KC ജോസഫാണ് അന്വേഷണ സമിതിയുടെ ചെയർമാൻ. അന്വേഷണ സമിതി മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് സമർപ്പിച്ചു KPCCയിൽ. അതിനുശേഷം 2-3 രാഷ്ട്രീയകാര്യ സമിതി യോഗം നടന്നു. എന്നാൽ ഈ റിപ്പോർട്ട് മാത്രം ചർച്ച ചെയ്തില്ല. അത് ഇപ്പോഴും അലമാരയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് KPCC നേതൃത്വം. എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ചർച്ച ചെയ്യാതെ KPCC ഓഫീസിൽ പൂഴ്ത്തിവെച്ച റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ പിന്നീട് പുറത്തു വന്നു. അപ്പോഴാണ് ഇത് വീണ്ടും ചർച്ചയായത്. എന്തൊക്കെയാണ് റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ആരാണ് BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചത്? എന്തിനാണ് BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതുവരെയും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടില്ല. എന്നാൽ ആരാണ് BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചത് എന്നതിനുള്ള ഉത്തരം KC ജോസഫിന്റെ റിപ്പോർട്ടിനകത്തുണ്ട്. 4 പേരുടെ പേരുകൾ കൃത്യമായും പറയുന്നുണ്ട്. പ്രധാനമായും TN പ്രതാപൻ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. സിറ്റിംഗ് MP ആയിരുന്നു തൃശ്ശൂരിലെ. TM പ്രതാപൻ 1-ാം പ്രതി. 2-ാം പ്രതി MP വിൻസെന്റ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, മുൻ MLA ഒക്കെയായിരുന്ന MP വിൻസെന്റ്. 3-ാം പ്രതി ജോസ് വള്ളൂർ എന്ന് വെച്ചാൽ DCCയുടെ പ്രസിഡന്റ്. മറ്റൊരാൾ തീപ്പൊരി നേതാവാണ് കോൺഗ്രസിന്റെ. കഴിഞ്ഞ തവണ LDF സർക്കാരിനെ താഴെ ഇറക്കും എന്ന് പറഞ്ഞ് ലൈഫ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ച് ശ്രദ്ധ നേടി പിന്നീട് മത്സരിച്ചപ്പോൾ തോറ്റുപോയ MLA ആയ അനിൽ അക്കരെ. ഈ 4 പേരാണ് കുറ്റക്കാരെന്ന് കൃത്യമായും പറയുന്നു അന്വേഷണ സമിതി. പക്ഷേ അന്വേഷണ സമിതി പറയുന്നത് ഞങ്ങൾ അവിടെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ്. റിപ്പോർട്ട് പുറത്തു വന്നു. റിപ്പോർട്ടിനകത്ത് പേരുണ്ട് എന്ന് മാത്രമല്ല, ആരൊക്കെയാണ് കുറ്റക്കാർ എന്ന് കൃത്യമായി പറയുന്നതോടൊപ്പം എന്താണ് ഇവർ ചെയ്ത കുറ്റം എന്നുകൂടി പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് സിറ്റിംഗ് MP TM പ്രതാപൻ 1.5 വർഷം മുമ്പ് പ്രഖ്യാപിച്ചത് BJPക്ക് ഗുണമായി മാറി. എന്താണ്? 1.5 വർഷം മുമ്പാണ് TM പ്രതാപൻ പ്രഖ്യാപിച്ചത് മത്സരിക്കുന്നില്ല എന്ന്. ഞാൻ ഇനി മത്സരിക്കുന്നില്ല എന്ന്. എന്താണ് ലക്ഷ്യം? നിയമസഭാ തെരഞ്ഞെടുപ്പ്. അടുത്ത പ്രാവശ്യം എങ്ങാനും UDF അധികാരത്തിൽ വന്നാൽ ഒരു മന്ത്രിയാകാൻ സാധ്യതയുണ്ട്. അത് ഉപയോഗപ്പെടുത്തി മന്ത്രിയാക്കണം. ലോക്സഭയിലേക്ക് പോയാൽ മന്ത്രിയാകാൻ കഴിയില്ല. അതുകൊണ്ട് നേരത്തെ അങ്ങ് പ്രഖ്യാപിച്ചു ഞാൻ ഇത്തവണ മത്സരിക്കാനില്ല എന്ന്. അത് BJPക്ക് ഗുണകരമായി മാറി എന്നതാണ് 1-ാമത്തെ കുറ്റം. 2-ാമത്തെ കുറ്റം MPയുടെ പ്രവർത്തനം എന്ന് വെച്ചാൽ TM പ്രതാപന്റെ പ്രവർത്തനം മണലൂർ, ഗുരുവായൂർ മണ്ഡലങ്ങളിൽ മാത്രമായി ഒതുങ്ങി. സിറ്റിംഗ് MP ആണ് TM പ്രതാപൻ. മണ്ഡലം നിറഞ്ഞു പ്രവർത്തിക്കേണ്ട ആളാണ്. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും എത്തേണ്ട ആളാണ്. അവിടെയൊക്കെയുള്ള സ്വാധീനം ഉപയോഗിച്ച് വോട്ടുകൾ ഉറപ്പിക്കേണ്ട ആളാണ് അദ്ദേഹം. പക്ഷേ 2 മണ്ഡലങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചു, ഗുരുവായൂരും മണലൂരും. എന്താ ലക്ഷ്യം? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മണലൂരിൽ മത്സരിക്കാൻ കഴിയണം, അല്ലെങ്കിൽ ഗുരുവായൂർ മത്സരിക്കാൻ കഴിയണം. ഇതായിരുന്നു ലക്ഷ്യം. അതിനുവേണ്ടി അവിടെ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. മണ്ഡലം എന്ന് വെച്ചാൽ ലോക്സഭാ മണ്ഡലം മുഴുവൻ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കേണ്ടിയിരുന്ന സിറ്റിംഗ് MP ആയ TN പ്രതാപൻ അവിടെ മാത്രം ഒതുങ്ങി പ്രവർത്തിച്ചു. 2 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രം ഒതുങ്ങി പ്രവർത്തിച്ചു. എന്തിന്? ഈ ചോദ്യവും ഉയരുന്നുണ്ട്. ആ ചോദ്യത്തിനുമുള്ള ഉത്തരം ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് മണ്ഡലത്തിന് പുറത്തുള്ളവരെ BJP വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തിട്ടും കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടില്ല. അതായിരുന്നു വിജയത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം. മണ്ഡലത്തിന് പുറത്തുള്ള BJP നേതാക്കൾ തൃശ്ശൂർ നഗരത്തിലെ ഫ്ളാറ്റിൽ നേരത്തെ വന്ന് താമസിക്കുകയും ആ ഫ്ളാറ്റ് ഉപയോഗപ്പെടുത്തി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്തു.
അത് BJP ദേശീയ തലത്തിൽ തന്നെ പയറ്റുന്ന ഒരു തന്ത്രമാണ്. ഇതേക്കുറിച്ച് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു. ഒരു കെട്ടിടം മാത്രം കേന്ദ്രീകരിച്ച് 7000-ഓളം വോട്ടുകൾ ചേർത്തിരുന്നു മഹാരാഷ്ട്രയിൽ എന്ന്. 7000-ഓളം വോട്ടുകൾ ഒരു കെട്ടിടത്തിൽ മാത്രം 7000-ഓളം വോട്ടുകൾ ചേർത്തിരുന്നു. എങ്ങനെ കഴിയുന്നു? ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അതേ തന്ത്രമാണ് തൃശ്ശൂരിലും പയറ്റിയത് BJP നേതൃത്വം, സംഘപരിവാർ നേതൃത്വം. അതിലവർ വിജയം കാണുകയും ചെയ്തു. എവിടെ പോയി അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഈ വോട്ട് ചേർക്കുന്നത് തടയാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്ന ചോദ്യമാണ് അന്വേഷണ സമിതി ചോദിച്ചത്. ആ ചോദ്യത്തിനുള്ള ഉത്തരവും ഇതുവരെ പറയാൻ കഴിഞ്ഞില്ല. ഇത് തടയാൻ വേണ്ടത്ര ഇടപെടൽ നടത്താൻ TM പ്രതാപനും കോൺഗ്രസ് നേതൃത്വത്തിനും കഴിഞ്ഞില്ല എന്നാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് അന്വേഷണ സമിതി റിപ്പോർട്ട്. അതിനുശേഷം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബ്ലോക്ക് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചപ്പോൾ സ്വന്തക്കാരെ മാത്രം നിയമിച്ചു. പാർട്ടിയിൽ സജീവമല്ലാത്തവരെ പോലും ഭരവകളാക്കിയതും പരാജയത്തിന് കാരണമായി എന്ന്. അത് കോൺഗ്രസിന്റെ പൊതു സ്വഭാവമാണ്. കാരണം സ്വന്തക്കാരെ തിരികെ കയറ്റുക എന്നത്. അങ്ങനെ തിരികെ കയറ്റിയപ്പോൾ അവിടുത്തെ യഥാർത്ഥ പ്രവർത്തകർ പുറത്തുപോയി. അവർക്ക് കോൺഗ്രസിൽ സ്ഥാനമില്ലാതായി. അങ്ങനെ സ്ഥാനമില്ലാതായപ്പോൾ അവർ പ്രവർത്തിക്കാതെയായി. അങ്ങനെ ജനസ്വാധീനമുള്ള നേതാക്കളെ പുറത്തു നിർത്തുകയും ഒരു സ്വാധീനവുമില്ലാത്ത നേതാക്കളെ, സ്വന്തക്കാരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരികെ കയറ്റുകയും ചെയ്തത് തോൽവിക്ക് കാരണമായി എന്ന് വെച്ചാൽ പുനഃസംഘടനയും തോൽവിക്ക് കാരണമായി എന്ന്. ഈ കാരണങ്ങളെല്ലാം നിരത്തി ആരൊക്കെയാണ് കുറ്റക്കാർ എന്ന് കോൺഗ്രസ് സമിതി തന്നെ കണ്ടെത്തുന്നു. പക്ഷെ അവരെ സംരക്ഷിക്കുകയാണ് KPCC നേതൃത്വം ചെയ്യുന്നത്. അവരെ സംരക്ഷിക്കുന്നു. എന്തിനു സംരക്ഷിക്കുന്നു? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കോൺഗ്രസും BJPയും തമ്മിൽ ധാരണയുണ്ടായിരുന്നു എന്ന്. ആ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ ചർച്ചാ വിഷയമാണ് കോൺഗ്രസ് BJP ഡീല്. എന്തിന് K മുരളീധരൻ തൃശ്ശൂരിലേക്ക് വന്നു? എന്തിന് വടകരയിലേക്ക് ഷാഫി പറമ്പിൽ വന്നു? എന്തുകൊണ്ട് ഒരു ബൈ ഇലക്ഷന് പാലക്കാടിന് അവസരമൊരുക്കി? ഈ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതോടൊപ്പം എന്തിന് KC വേണുഗോപാൽ മത്സരിച്ചു ആലപ്പുഴയിൽ? KC വേണുഗോപാലിന്റെ രാജ്യസഭാ സീറ്റ് പിന്നീട് BJPക്ക് ലഭിച്ചു. അത് എന്തിന്? എന്തായിരുന്നു ധാരണ? ഈ ചർച്ചകളൊക്കെ നടന്നിരുന്നു. എന്നാൽ അതൊന്നും വേണ്ടത്ര ഗൗരവത്തിലെടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ അന്വേഷണ സമിതി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് മനസ്സിലായത് കോൺഗ്രസ് നേതാക്കൾ തന്നെ BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ഇടപെട്ടു, അതിനുവേണ്ടി പ്രവർത്തിച്ചു എന്നും. അത് വലിയ ചോദ്യചിഹ്നമായി കോൺഗ്രസിന് മുന്നിൽ നിൽക്കുന്നുണ്ട്, കേരളീയ സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഉറപ്പിച്ചു പറയാം, സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണ്. അത് വിളിച്ചു പറയുകയാണ് അന്വേഷണ സമിതി റിപ്പോർട്ട്. ആ പുറത്തു വന്ന റിപ്പോർട്ട് KPCC ഓഫീസിൽ അലമാരയിൽ കിടക്കുകയാണ്. ആ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതെങ്ങനെ പുറത്തു വന്നു എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ പ്രശ്നം പരിഹരിക്കാതെ അതെങ്ങനെ നാട്ടുകാർ അറിഞ്ഞു എന്നതിനെ കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ BJPയെ സഹായിച്ച, സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഈ 4 നേതാക്കളെ സംരക്ഷിക്കാനാണ്, അതിനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് എന്ന ചർച്ച കോൺഗ്രസിനകത്തു തന്നെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്.